ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ മുതൽ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രെയിലർ ടീസർ റിയാക്ഷൻസും കൂടെ നമ്മൾ പാരലായിട്ട് റിവ്യൂവിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന്. എന്നിട്ട് ഫസ്റ്റ് വീഡിയോ ആണിത്. സോ തെറ്റുകുറ്റങ്ങളുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇന്നലെ റിലീസായിട്ടുള്ള ഒരു ടീസറാണ്. ഞാൻ ഇങ്ങനെ റിലീസ് ആയതായിട്ട് ഒരു പോസ്റ്റ് കണ്ടു, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. ഉന്മാദം എന്നാണ് സിനിമയുടെ പേര്. ഷാഹി കബീർ ആണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. ഒരു എഡിറ്റർ കൂടെ ആയിട്ട് സിനിമയിൽ ലോങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കിരൺ ദാസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ, എന്നെ ഇതിലേക്ക് എന്താ പറയുക, അട്രാക്ട് ചെയ്ത മെയിൻ ഘടകം എന്ന് പറയുന്നത് ഷാഹി കബീറിന്റെ റൈറ്റിംഗ് തന്നെയാണ്. കാരണം പോലീസ് സ്റ്റോറീസ് എഴുതുന്നതിലൊരു മാസ്റ്ററും ആണ് കക്ഷി, ഈ പറഞ്ഞ ഷാഹി കബീർ എന്ന് പറയുന്ന കക്ഷി. കാരണം നായാട്ടും, അത് ഇലവേഴ പൂഞ്ചറയും, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതിന് ഫസ്റ്റ് ജോസഫ്, അങ്ങനെ ഒരുപാട് ഒരു ഹിറ്റ്, എന്താ പറയുക, ഒരുപാട് നല്ല പോലീസ് സ്റ്റോറീസ് നമുക്ക് തന്നിട്ടുള്ള ഒരാളാണ് ഷാഹി കബീർ എന്ന് പറയുന്ന റൈറ്റർ. സോ ആള് തന്നെ തിരക്കഥ എഴുതുന്ന നെക്സ്റ്റ് സിനിമയാണ്. അതിന്റെ ടീസർ ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ സംവിധായകനെ പറ്റി പറയുമ്പോൾ കിരൺ ദാസ്, ആള് ഒരു എഡിറ്ററായിട്ട് കുറെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. തങ്കം, അതുപോലെ തന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ആളാണോ എഡിറ്റ് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ തങ്കമൊക്കെ ആളായിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തങ്കമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. അപ്പം അവർ രണ്ടുപേരും ഒന്നിക്കുന്ന കിരൺദാസിന്റെ ആദ്യ സംവിധാന സംരംഭമാണ്. പിന്നെ സിനിമയിലെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മുജീബ് മജീദ് ആണ് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആളുടെ ഇതിന് മുന്നത്തെ എക്കോ ആണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ കിഷ്കിന്ത കാണ്ഡം, നമ്മുടെ ചത്ത പച്ച, കളങ്കാവൽ, അങ്ങനത്തെ ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾക്ക് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് മുജീബ് മജീദ് എന്ന് പറയുന്ന കക്ഷി. ആളും എന്താ പറയുക, ആളുടെ ഒരു ബെസ്റ്റ് വർക്ക് നമുക്ക് ഇതുവരെയുള്ള എല്ലാ പടങ്ങളിലും കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിനി ടീസർ കണ്ട് സംസാരിക്കാം. ഒരു 1 minute 13 seconds ഉള്ള ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ടുനോക്കാം. ലിജോമോൾ ഉണ്ട്. ലിജോമോൾ അടിപൊളി പെർഫോമർ ആണ്. ലിജോമോളും ചാക്കോച്ചനുമാണ് അപ്പം മെയിൻ ലീഡായിട്ട് വരുന്നത്. ചാക്കോച്ചനെ പറയാലോ, ഓരോ സിനിമകളിലൂടെ പുള്ളി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള ദുരൂഹ സാഹചര്യത്തിലും, അതേമാതിരി തന്നെ അതിന് മുന്നത്തെ ആളുടെ ചോക്ലേറ്റ് ബോയ് ഇമേജ് ഒക്കെ മാറ്റി ഒരു റീ എൻട്രി നടത്തിയതിനു ശേഷം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ആക്ടറാണ്. കണ്ടുനോക്കാം. ഈ കഷ്ടപ്പാടൊന്നും ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല. എടി, നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി, നീ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്. ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? എന്ത് സംഭവിക്കുന്ന പറയുന്നത്? സാറേ, പോലീസുകാർ ആരെങ്കിലും ഒക്കെ സസ്പെൻഷനിലാവും. അത് മാത്രമല്ല, സ്റ്റേഷനിൽ 174 കളിയായിരിക്കും. ഒരാളല്ലേ അകത്ത് ഹാങ് ചെയ്ത് കിടക്കുന്ന? ഓക്കെ, ഒരു മിസ്റ്ററി ഫീൽ അടിക്കുന്നു. ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂഡുണ്ട്. മിസ്റ്ററി ആയിരിക്കും, പക്ഷെ ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സ്റ്റോറിയാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ബാക്കി കണ്ടുനോക്കാം. ഇതൊന്നുമില്ലേ കുറഞ്ഞത്? ഈ കക്ഷിയുണ്ടോ? ഈ പുള്ളി ഒരു അടിപൊളി ആക്ടറുണ്ടോ? ഈ പുള്ളിയുടെ പേരെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ കൊള്ളാം. ഈ കക്ഷി അത്യാവശ്യം ഒരു നല്ല ആക്ടറാണ്. കാരണം എനിക്ക് റൈഫിൾ ക്ലബിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ പുള്ളീനെ നോട്ട് ചെയ്യുന്നത്. ആളുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന അതിരടിയിൽ വരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതിരടി എനിക്ക് പടം ഒരു ഓക്കേഷ് വൺ ടൈം വാച്ച് മൂഡായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഈ പുള്ളിയുടെ പെർഫോമൻസ്, ഈ ആക്ടറിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കൊള്ളാം. ബാക്കി കണ്ടു നോക്കാം. സ്റ്റേഷനിൽ ഏതെങ്കിലും പോലീസിന്റെ യൂണിഫോമിൽ രക്തക്കറ പറ്റും. ആ ഫയലിംഗ് എടുത്തോണ്ട് വന്നേ. ഞാനൊന്ന് നോക്കട്ടെ തൊട്ടെന്തോ സംഭവിക്കുന്നു. ചാക്കോച്ചൻ താടി വെച്ച് അഭിനയിച്ചിരിക്കുന്നു. പോലീസുകാർക്ക് താടി വെക്കാവോ? ഓഫീസ് ഡ്യൂട്ടിയുള്ള പോലീസുകാർക്ക് താടി വെക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പണ്ട് നമ്മുടെ ഹരിശ്രേഷവനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ശബരിമലയ്ക്കോ മാലയിട്ടേക്കുന്ന പോലീസുകാരൻ, അല്ലെങ്കിൽ ബ്ലേഡ് അലർജിയുള്ള പോലീസുകാരൻ, അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ സ്റ്റിൽ നോക്കാം. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുമെന്ന് നീ പറഞ്ഞു?
ആ ലാസ്റ്റ് ഷോട്ട് കൊള്ളായിരുന്നല്ലോ. ഒരു ഫയൽ റിലേറ്റഡ് ആയിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. പടം ഈ ടീസറിന്റെ ലാസ്റ്റിലേക്കൊക്കെ വന്നപ്പോൾ ഒരു ഹൊറർ മൂഡ് അടിച്ച്. കൊള്ളാം, പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടീസറാണല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു കേസ് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള വല്ലതും ആയിരിക്കും. ആ ഫയൽ എടുക്കുന്ന, ഐ മീൻ അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു ക്ലൂ ഒന്നും കിട്ടാത്ത ഒരു ടീസർ. കൊള്ളാം, പ്രോമിസിങ് ആണ്. ടീസർ കണ്ടിട്ട് പടം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ റൈറ്റർ ഷാഹി കബീർ അടിപൊളിയാണ്. ആളുടെ പോലീസ് സ്റ്റോറീസ് എന്നും അടിപൊളിയാണ്. അർജുൻ സേതു DOP, അതാരാണത്? അർജുൻ സേതു എന്ന് പറയുന്ന കക്ഷി ഷൈജു ഖാലിദിന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം കുമ്പളങ്ങി നൈറ്റ്സിലും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഷൈജു ഖാലിദിന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. കൊള്ളാം, മൊത്തത്തിലൊരു ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ടീസറാണ്. ഒരു എന്താ പറയുക, ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ പെടുത്താവുന്ന സിനിമയായിരിക്കും തോന്നുന്നു. ടീസർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊന്നും ജഡ്ജ് ചെയ്യണ്ട, നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. സിനിമ എന്നാ റിലീസ് ഡേറ്റ് എന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്നും കണ്ടില്ല. ഇല്ല, റിലീസ് ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പം അതാണ് നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു നല്ല വീഡിയോസായിട്ട് കാണാൻ വരെ ബൈ. താങ്ക് യു.